കേരളത്തിൽ മദ്യം കഴിച്ച് എത്ര യുവാക്കൾ മരിക്കുന്നുണ്ട്? 20-നും 45-നും ഇടയിൽ പ്രായമുള്ള 100 മരണങ്ങളിൽ 31 മദ്യപാനത്തെ തുടർന്നുള്ള രോഗങ്ങൾ കൊണ്ടാണ്. 1 ലിവർ രോഗം, 2 ക്യാൻസർ, 3 ഹൃദ്രോഗം. ഇതാണ് ഇങ്ങനെ മരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷത്തിനും കാരണമാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു നാട്ടിൽ മദ്യാസക്തി ഇല്ലാതാക്കാൻ എന്താണ് വേണ്ടത്? മദ്യാസക്തിക്ക് പേരുകേട്ട സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നടപ്പാക്കിയ മാതൃക ലോകാരോഗ്യ സംഘടന എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്ന സമയത്ത് ഇത് വാങ്ങാൻ സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് ദീർഘദൂരം യാത്ര ചെയ്താൽ മാത്രം മദ്യം ലഭിക്കുന്ന സ്ഥിതി ഉണ്ടാക്കുക, ഉയർന്ന ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള മദ്യത്തിന്റെ വിൽപ്പന പരിമിതപ്പെടുത്തുക, മദ്യത്തിലേക്ക് ആളുകളെ എഴുത്തിനിരുത്തുന്ന ബിയർ, വൈൻ പാർലറുകൾ തീരെ കുറയ്ക്കുക, മദ്യപിക്കാത്ത ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രം ബാറിൽ നിന്ന് മദ്യം നൽകുക. പിന്നെ ഒരു നിർദ്ദേശം കൂടിയുണ്ട്: മദ്യത്തിന്റെ പ്രാദേശികമായ ഉൽപാദനവും പാക്കിങ്ങും ഉപേക്ഷിക്കുക. സർക്കാർ തലത്തിൽ മാത്രം ഉൽപാദനവും വിതരണവും വിൽപ്പനയും നടത്തുക. സ്വകാര്യ സംരംഭങ്ങൾ അനുവദിക്കാതിരിക്കുക.